ഗൈസ് 2026 ഫസ്റ്റ് ട്രേഡിൽ ഞാൻ എൻട്രി ആയിട്ടുണ്ട് ഇപ്പം. നോക്കാം നമുക്ക് ഈ ട്രേഡ് എങ്ങനെ പോകുന്നത്. ഒരു 1 അവറിലും 4 അവറിലൊക്കെ നമുക്ക് നല്ലൊരു ബുള്ളിഷ് സിനാരിയോ കാണിക്കുന്നത്. സോ ഞാൻ ഓൾറെഡി ബുള്ളിഷ് ആയിരുന്നു. അപ്പം അതിൻ്റെ ബേസിലാണ് ഈ ട്രേഡ് എടുത്തേക്കുന്നത്. സോ നമുക്ക് ജസ്റ്റ് വാച്ച് ചെയ്യാം മാർക്കറ്റ് എന്താ കാണിക്കുന്നുള്ളത്. ഞാൻ ഇപ്പോൾ ട്രേഡ് എൻട്രി ആയിട്ടുണ്ട്. നമുക്ക് 30 പിപ്സ് ആണ് നമ്മുടെ SL വെക്കുന്നത്. നോർമലി എപ്പോഴും വെക്കുന്നത് നമുക്ക് 60 പിപ്സ് TP വെച്ചിട്ടുണ്ട്. ഞാൻ MT5 സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുമായിരുന്നു. നോക്കാം എന്തായാലും മാർക്കറ്റ് കാണിക്കുന്നത്. നല്ലൊരു ബുള്ളിഷ് സിനാരിയോ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 4408.11 അതാണ് നമ്മുടെ TP വരുന്നത്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ മാർക്കറ്റ് നല്ലൊരു മൊമെന്റം ആണ് കാണിക്കുന്നത്. ഏകദേശം 30 പിപ്സിന് മേളിൽ 30 പിപ്സ് റൺ ആയിട്ടുണ്ട് ഇപ്പം. 30 പിപ്സ് ആയിട്ടില്ല, 30 പിപ്സ് ആവുന്നേ ഉള്ളൂ. സോ ഞാൻ ഓൾവേസ് 30 പിപ്സ് ആകുമ്പോഴത്തേക്ക് അതായത് 1:1 എനിക്ക് ആകുമ്പോഴത്തേക്ക് ഞാൻ ബ്രേക്ക് ഈവൻ വെക്കാനാണ് പതിവ്. സോ ഞാൻ ബ്രേക്ക് ഈവനിലോട്ട് പോകും. 1:1 ആയി കഴിഞ്ഞിട്ട് 1:1 ആയില്ല, 1:1 ആകുമ്പോഴത്തേക്ക് നമുക്ക് 1:1 ആവണമെങ്കിൽ 4405 മേളിൽ വരണം. സോ വൺസ് അത് 1:1 ആയി കഴിഞ്ഞാൽ ബ്രേക്ക് ഈവനിൽ പോകും. പിന്നെ നമുക്ക് റിസ്ക് ഫ്രീ ട്രേഡ് ആണ്. നോക്കാം എന്തായാലും അതെന്താ സംഭവിക്കുന്നത്. സോ ഗൈസ് ഇപ്പോൾ ട്രേഡ് 1:1 ഓൾറെഡി ആയിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ പൊസിഷൻ ബ്രേക്ക് ഈവനിലേക്ക് ആക്കിയിട്ടുണ്ട്. സോ ഇപ്പോൾ നമുക്ക് റിസ്ക് ഫ്രീ ആണ്. നോക്കാം ഇനി എന്താ നമുക്ക് TP തരുമോ അതോ ഇത് ബി ഹിറ്റ് ആവുമെന്ന് നോക്കാം. നമ്മൾ 1:1 ആക്കിയ പിന്നെ ഒരു കൺസോൾട്ടേഷൻ ആണ് അവിടെ നടക്കുന്നത്. നോക്കാം എന്താന്ന്. ഇപ്പം ഏഷ്യൻ സെഷൻ കഴിയാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ഇതാണെന്ന് തോന്നുന്നു, ഒരു ചെറിയൊരു ലാഗ്. അല്ലെങ്കിൽ ഇപ്പോൾ 60 പിപ്പൊക്കെ ഇപ്പോൾ ഒന്നെങ്കിൽ SL അല്ലെങ്കിൽ TP ആകേണ്ടതാണ്. നോക്കാം എന്തായാലും. ഞാൻ സ്റ്റിൽ ബുള്ളിഷ് തന്നെയാണ്. ഒരു ബെയറിഷ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ ഈ കൺസോൾട്ടേഷൻ ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ഹൈ 4406.641 ഈ ഹൈ ഇപ്പോൾ ബ്രേക്ക് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കാം എന്തായാലും. ഓക്കെ, അപ്പം നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ക്യാൻഡിൽ കൂടെ ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. 4406.34 അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഓക്കെ, വീണ്ടും താഴോട്ട് വരികയാണ്. നോക്കാം എന്തായാലും. നമ്മൾ ഓൾറെഡി ബ്രേക്ക് ചെയ്യാൻ നമുക്ക് എന്താ ടെൻഷൻ ഫ്രീ ഉള്ള ട്രേഡാണ്. ലോസ് വരുമോ എന്നുള്ള ചിന്തകൾ ആവശ്യമില്ല. ഓക്കെ, മിക്ക ആൾക്കാരും ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ സെറ്റ് TP ആൻഡ് SL ദെൻ ഫോർഗോട്ട് അങ്ങനെ ഒരു കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ എനിക്ക് എൻ്റെ ട്രേഡിങ് എനിക്ക് വാച്ച് ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. കാര്യം എനിക്ക് കാണണം എങ്ങനെയാണ് ഓരോ ക്യാൻഡിലുകളും പ്രിന്റ് ആകുന്നത് എന്നെനിക്ക് കാണണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. നോക്കാം നമുക്ക് എന്തായാലും. ഓക്കെ, സോ മാർക്കറ്റ് ഓൾമോസ്റ്റ് നമ്മുടെ TPയിൽ വന്നിട്ടുണ്ട്. വീണ്ടും താഴോട്ടൊരു ഇത് കാണിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് എന്താ പറയുക 10 പിപ്പ് പോലും ഇല്ല, അത്രയും വരെ വന്നിട്ടാണ് പോയത്. നോക്കാം എന്തായാലും ഒന്നെങ്കിൽ TP അല്ലെങ്കിൽ B ആ ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. നോക്കാം നമുക്ക്. സോ ഫൈനലി ഗൈസ് നമ്മുടെ ട്രേഡ് TP അടിച്ചേക്കാണ്. ഒരു വട്ടം ഇവിടം വരെ വന്നു, 4407 വരെ വന്നു, തിരിച്ച് ഇത്ര വരെ വന്നു, പിന്നെ വീണ്ടും തിരിച്ച് കയറി, വീണ്ടും തിരിച്ചു വന്നു. ചില ആൾക്കാരൊക്കെയാണ് ഈ ഒരു അവസരത്തിൽ എന്താ പറയുക ഒന്ന് പാനിക്കായിട്ട് അവിടെ വെച്ച് ഉള്ള പ്രോഫിറ്റ് വെച്ച് സെല് ചെയ്തത്. പക്ഷെ നമ്മൾ ഓൾറെഡി ട്രേഡ് ബ്രേക്ക് ഓൺ ആയിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഒരു വിശ്വാസമുണ്ട്, നമുക്കൊരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ റൂൾസ് പ്രകാരം പോകുന്ന പറഞ്ഞാൽ നമുക്ക് അവിടെ ആ ഒരു ടെൻഷൻ ഇല്ല. എന്താ പറയുന്നത് TP അടിക്കുക അല്ലെങ്കിൽ എനിക്ക് TP അടിക്കാതെ എക്സിറ്റ് ആകാം, അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല. ടെൻഷൻ ഓൾവേസ് ട്രേഡേഴ്സിന് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാകുക. അത് ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടെൻഷൻ പേടി മാറുമെന്നൊക്കെ കുറേ ആൾക്കാർ പറയും. പക്ഷെ അത് വെറുതെയാണ്. എല്ലാ ട്രേഡേഴ്സിനും ഇപ്പം 1 വർഷം എക്സ്പീരിയൻസ് ഉള്ള ട്രേഡർ ആണെങ്കിലും ഒരു 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ട്രേഡർ ആണെങ്കിലും അവർക്കൊരു പേടിയാണ് ഉള്ളിൽ. അത് പല രീതിയിലുള്ളതായിരിക്കും. ചിലർക്ക് ലോസിങ്ങിൻ്റെ ആയിരിക്കും, ചിലർക്ക് ട്രേഡ് എന്താ പറയുക നമ്മൾ വിചാരിക്കുന്ന ഒരു പോകും, നമ്മുടെ ബയാസ് തെറ്റിയല്ലോ അങ്ങനെയുള്ള ഭയമായിരിക്കും. അങ്ങനെയുള്ള ഒരു ഇതില്ല, അത് എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ നമ്മൾ ഒരു ട്രേഡിംഗ് സിസ്റ്റവും ഒരു ട്രേഡിംഗ് റൂളും നമുക്ക് ഉണ്ടെങ്കിൽ അതനുസരിച്ച് പോവുക. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. സോ അത്രേ ഉള്ളൂ, അതാണ് ഈ ട്രേഡ്.